സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായ വീർ സവർക്കർക്ക് ഭാരത രത്ന നൽകണമെന്ന് RSS സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സവർക്കർക്ക് നൽകിയാൽ ഭാരതരത്നയുടെ പ്രൗഢി കൂടുതൽ ഉയരും. വിഭജനത്തിന്റെ ഭീതി മറന്ന് അഖണ്ഡ ഭാരതം സാധ്യമാക്കണമെന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കി. RSSന്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് മുംബൈയിലെ പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു സർസംഘ ചാലക്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, സവർക്കർക്ക് ഭാരതരത്നം നൽകണമെന്നാണ് സർസംഘ ചാലക് പറഞ്ഞിരിക്കുന്നതിനൊപ്പം അഖണ്ഡ ഭാരതം അത് വീണ്ടും സാധ്യമാക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്, വിശദീകരിച്ചത്? KP മുംബൈയിൽ നടന്ന പ്രഭാഷണ പരമ്പരയിലാണ് RSSന്റെ ശതാബ്ദി വർഷത്തിൽ സർസംഘ ചാലകിന്റെ പ്രഭാഷണ പരമ്പരകൾ ഓരോ നഗരത്തിലും നടക്കുന്നുണ്ട്. ഈ മുംബൈയിൽ നടന്നിട്ടുള്ള പ്രഭാഷണ പരമ്പരകളിലാണ് ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് സംഘത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സ്വാതന്ത്ര്യ സമര സേനാനി വീരവിനായക് ദാമോദർ സവർക്കർക്ക് ഭാരതരത്ന നൽകണം എന്നൊരു ആവശ്യമാണ്, നിലപാടാണ് സർസംഘ ചാലക് വ്യക്തമാക്കിയിട്ടുള്ളത്. അതൊരു ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തത്, ഭാരതരത്ന ലഭിച്ചാലും ഇല്ലെങ്കിലും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള വീരനാണ് സവർക്കർ എന്ന കാര്യം കൂടി സർസംഘ ചാലക് ചൂണ്ടിക്കാട്ടി. അത്തരത്തിലുള്ള സവർക്കർക്ക് ഭാരത് രത്ന നൽകുകയാണെങ്കിൽ ആ പുരസ്കാരത്തിന്റെ പ്രൗഢി കുറച്ചുകൂടി കൂടുതൽ വർദ്ധിക്കും എന്നുകൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതായത് സ്വാതന്ത്ര്യ സമരത്തെ ചരിത്രത്തിൽ KP ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഏടാണ് വീരവിനായക് ദാമോദർ സവർക്കർ. ഹിന്ദുത്വ രാഷ്ട്രീയവും ഒപ്പം വിപ്ലവത്തിലൂടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിറങ്ങുകയും വർഷങ്ങളോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകണമെന്നും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ വ്യക്തിയാണ് സവർക്കർ എന്നതുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞത്, 2047 ആകുമ്പോഴേക്കും സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 100 വർഷം കഴിയും. അപ്പോഴേക്കും വിഭജനത്തിന്റെ ഭീതിയും വേദനയും മറന്നുകൊണ്ട് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ സമകാലീന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും രാജ്യത്ത് SIR കൂടാതെ സെൻസസ് പോലുള്ള നടപടികൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അനധികൃത കുടിയേറ്റക്കാരെയും നുഴഞ്ഞുകയറ്റക്കാരെയും പുറത്താക്കുന്നതിനായി സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പൊതുജനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുകയും നിലപാടെടുക്കുകയും വേണം. അത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങൾ കൂടി ശ്രദ്ധ ഉറപ്പാക്കണം. ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ക്രൂരമായ വിവേചനം നേരിടുകയാണ്. അവിടെ നിലനിൽപ്പിനായി പോരാടുന്ന ഹിന്ദു സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കരുത്തായി നിലനിൽക്കണം എന്ന കാര്യങ്ങളാണ് പ്രഭാഷണ പരമ്പരയിൽ RSS സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് വ്യക്തമാക്കിയത്. ജിഷ്ണു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്, വ്യക്തിത്വമാണ് വീർ സവർക്കർ. പക്ഷെ അദ്ദേഹത്തെ തിരസ്കരിക്കുന്ന സമീപനമാണ് UPA സർക്കാരായി കഴിഞ്ഞാലും മറ്റ് രാഷ്ട്രീയ കക്ഷികളായാലും എല്ലാ കാലത്തും സ്വീകരിച്ചത്. അവിടെയാണ് എന്താണ് യാഥാർത്ഥ്യം, അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്ത് നൽകിയ സംഭാവനകൾ എത്രത്തോളം നിസ്തുലമാണ് എന്ന് ജനങ്ങൾ പിന്നീടാണ് അറിയുന്നതും തിരിച്ചറിയുന്നതും. അദ്ദേഹത്തിൻ്റെ വിരോചിതമായ ഒരു പോരാട്ടങ്ങളെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതിന് പുതിയ തലമുറക്ക് അടക്കം ഇപ്പോൾ സവർക്കറുടെ ആ പ്രഭാവം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഉജ്ജ്വലമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകണം എന്നുള്ള ആവശ്യം സർസംഘ ചാലക് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും, അല്ലേ? തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ വീരവിനായക് ദാമോദർ സവർക്കർ ആരാണെന്നും സവർക്കർ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനും പോരാട്ടത്തിനും നൽകിയ പിന്തുണ എന്താണ് എന്നുള്ളതെല്ലാം പുതിയ തലമുറ പഠിച്ചു വരുന്നു, ഇന്നത്തെ കാലഘട്ടം അറിയുന്നു. പക്ഷേ KP ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ വഞ്ചനയാണ് സവർക്കർ എന്ന ധീരനോട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാതന്ത്ര്യ സമര ചരിത്രവും രാജ്യത്തിൻ്റെ മുൻപോട്ടുള്ള പോരാട്ടവും എല്ലാം ചില വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ചരിത്രം രാജ്യത്തിൻ്റെ തലമുറകളെ പഠിപ്പിക്കുകയും അത് പാഠപുസ്തകങ്ങളിലൂടെയും അല്ലാതെയും ഈ രാജ്യത്തെ തലമുറകളിലെ ഒരു വിഭാഗം ആളുകളുടെ പോരാട്ടത്തെ മാത്രം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെ ഒരു വിഭാഗം ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ചരിത്രമായി അവതരിപ്പിക്കുകയും സവർക്കറെ പോലുള്ള ചരിത്ര പുരുഷന്മാരെ അവഗണിച്ചുകൊണ്ടും സവർക്കറുടെ ത്യാഗത്തെ അവഗണിച്ചുകൊണ്ടുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ മുൻപോട്ട് പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ ഭാരതം മുൻപോട്ട് പോകുന്നത്. അൺസങ് ഹീറോസ് എന്ന പേരിൽ ഇതുവരെ രാജ്യം അറിയപ്പെടാതിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ
ഭാരതത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും ത്യാഗം സഹിച്ച ജീവൻ ബലി നൽകിയ ആളുകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുൻപോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സവർക്കർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും സവർക്കറുടെ പേരുകളിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടുമെല്ലാം തന്നെ സവർക്കർ എന്തായിരുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയവും മുൻപോട്ട് വെച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഭാവി മുൻപോട്ട് വെച്ചുകൊണ്ടും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ പോരാട്ടം നടത്തിക്കൊണ്ട് 25 വർഷത്തോളം ആൻഡമാനിലെ ജയിലിൽ കിടന്നുകൊണ്ടും സഹനവും ത്യാഗവും സഹിച്ച വ്യക്തിയാണ് വീര സവർക്കർ എന്നുള്ളത്. അത് ഒരിക്കൽ കൂടി ആ ചരിത്രം വീണ്ടും പുറത്തേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകണമെന്നും ഭാരത് രത്ന ലഭിച്ചില്ലെങ്കിലും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കിയവനാണ് സവർക്കർ എന്നുമുള്ള പ്രതികരണം RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നടത്തിയത്. ശരി, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.